ഓം നമോ ഭഗവതേ വാസുദേവായ. മഹാഭാരത യുദ്ധാനന്തരം കുരുക്ഷേത്രത്തിൽ സ്വച്ഛന്ദമൃതിക്കായി ഉത്തരായണകാലം കാത്ത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ പ്രേമപൂർവകമുൾപ്പൂവാരിലങ്ങർപ്പിച്ചു തന്നാമകീർത്തനത്തോടു മുയിർക്കൈവിടും യോഗി. കാമ്യകർമ്മങ്ങളിൽ നിന്നുടനെ വിമുക്തനാം അമ്മുര വൈരീദേവാദേവൻ സുദ്യാന ദൃശ്യൻ. തെളിഞ്ഞ പുഞ്ചിരിപ്പൂ നിലാവും ഇളം ചോപ്പാർ നിളകും മിഴികളും വിളങ്ങും മുഖാബ്ജവും ചതുർബാഹുവും ചേർന്നു കടാക്ഷ വർഷമെന്നിൽ ഉതിർത്തു നിൽക്കേണമീ ദേഹം ഞാൻ വിടും വരെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനിൽ നിർവികാര മാനസമുറപ്പിച്ച് ശരീരം വെടിയാൻ ചിന്തിച്ച് രമാകാന്തനെ സ്തുതിക്കുന്നതാണ് ഭീഷ്മസ്തുതി. ഭാഗവതം 1-ാം സ്കന്ധം 9-ാം അധ്യായത്തിൽ 32 മുതൽ 43 ഉൾപ്പെടെയുള്ള 12 ശ്ലോകങ്ങൾ. ബ്രഹ്മാനന്ദമായി സുഖരൂപനായി സൃഷ്ട്യാദിക്കായി തന്മായയെ ചിലപ്പോൾ ലീലയായി സ്വീകരിക്കും. യാദവേശ്വരൻ തന്നിൽ തൃഷ്ണാവിഹീനനാമൻ ചേതസ്സി പ്രകാരം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. നീലവർണ്ണവും രവിരശ്മികൾ മങ്ങും പീതചേലയുമളകാളിലകും മുഖാബ്ജവും ത്രൈലോക്യ സൗന്ദര്യവും കലർന്ന പാർത്ഥപ്രിയൻ ലീലാമർത്യനിൽ ശുദ്ധ പ്രേമമുണ്ടാകട്ടെ മേ. അടരിൽ അശ്വതൂളി പറ്റി സോമ്രമാം തലമുടികൾ പാറിച്ചിന്നി വിയർത്ത കോമളാസ്യം കൂരമ്പാൽ മുറിഞ്ഞമയിലാലസത്കവചവും ചേരുമാ മുകുന്ദനീലന്മനം പതിയട്ടെ. മിത്രത്തിൻ ചൊല്ലുകേട്ടു സേനകൾ രണ്ടിൻ്റെയും മധ്യത്തിൽ പൊടുന്നനെ സന്തനം നിർത്തി നിന്നു. ശത്രുസേനതൻ പ്രാണൻ നോട്ടത്താൽ ഹരിച്ചോരു പാർത്ഥസാരഥി തന്നീലൻ പ്രേമമേറിയിടണം. ദൂരത്തായെതിർ സൈന്യ മുന്നണി നോക്കി പാപഭീരുവായി സ്വജനത്തെ കൊല്ലാൻ മടിച്ചു നിൽക്കും. പാർത്ഥന്റെ മന്ദീഭാവം തത്വോപദേശത്തിനാൽ തീർത്ഥദേവന്റെ പാദഭക്തനായി തീരട്ടെ ഞാൻ. സ്വന്തമാം പ്രതിജ്ഞയെ തെറ്റിച്ചുമെൻ്റെ സത്യം സന്ധിക്കാൻ രഥത്തിൽ നിന്നെടുത്തു താഴെ ചാടി. ഉത്തരീയവും പോയി ഭൂചലിപ്പിച്ചു ചക്രഹസ്തനായി മത്തേ ഭത്തേ ഹനിപ്പാൻ സിംഹം മട്ടിൽ. കൂരമ്പാൽ തൻ ചട്ടയും അംഗവുമെങ്ങും കീറി ചോരയുമൊലിപ്പിച്ചു മധ്വദത്തിനായു നീ. ആദതായിയായിടുമെന്നേരെ ബലാത്കാരമായി ദ്രുതം പാഞ്ഞെത്തിയ ഭഗവാനാശ്രയം മേ. ഒരു കൈത്താരിൽ കടിഞ്ഞാൻ പിടിച്ചന്യപാണി സരസീരുഹം തന്നിൽ ചമ്മട്ടിയോടും കൂടി പാർത്ഥസന്തനം നിജ കുടുംബമാക്കി വാണ നേത്രാഭിരാമരൂപനാകുമ ഭഗവാനിൽ. മരണം വരിക്കുവാനിച്ഛിക്കുമെനിക്കുടൻ പെരുതായിടും രതി വളർന്നു വന്നിടണം. ആരുടെ ദർശനത്താൽ യുദ്ധത്തിൽ മൃതരായ വീരന്മാരെല്ലാം ഉടൻ സാരൂപ്യം പ്രാപിച്ചുവോ. ലളിതചാരുയാനം തൂമന്ദഹാസം രാഗോത് ലളിത കടാക്ഷവും കൊണ്ടേതു ഭഗവാനെ. വളരെ മാനിച്ചോരു മതാന്തകളാം ഗോപാലനാജനവും തല്ലീലകളോരോന്നുമേ മാരച്ചൂടാറ്റാൻ അനുകരിച്ചു മഹത്താം
തൽസാരൂപ്യമെളുപ്പത്തിൽ പ്രാപിച്ചിരിക്കുന്നുവോ. ധർമ്മരാജസൂയം തന്നിൽ മാമുനീന്ദ്രരും മഹീശരും ചേർന്ന വൻസഭ തന്മധ്യത്തിൽ ഈക്ഷണീയനാമാരെ അഗ്രാസനത്തിലേറ്റി അർച്ചിച്ചിതാത്മാവാമാ ദേവനെ ദർശിച്ചു ഞാൻ. താനേ നിർമ്മിച്ച ജീവിജാലത്തിൻ ചിത്തം വാസസ്ഥാനമാക്കിയ ജന്മഹീനനാം ഭഗവാനെ ബഹുധാ ദൃക്കുതോറും ശോഭിക്കൂമേകാർക്കൻ പോൽ വിഹത ഭേദമോഹൻ ഞാൻ കണ്ടങ്ങാലയിപ്പേൻ. ഇക്ഷമാഭാരം പോക്കാൻ കൗരവ സമൂഹത്തിൽ അക്ഷവംശാഗ്നി വായുവെന്ന പോൽ ജ്വലിപ്പിച്ചു. ഭക്തപാലനം ചെയ്ത ഭഗവാൻ ഗോവിന്ദനെ ഉൾക്കമലത്തിൽ ചേർത്തൻ ശരീരം വെടിയുന്നു.